ഷുക്കൂർ ഭായ് ലിയാക്കത്താണ്. പറയൂ. റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് ആണ് ഇത്. അതിന് വേണ്ടിട്ട് ആ വിളിച്ച റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക് അല്ലേ? ഞാൻ വിളിച്ചതിനല്ല. ആ നിങ്ങള് ഉം, ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പൊ ഞാനും ഉമ്മർ ഭായും ഉള്ള ഒരു ചർച്ചയിൽ നിന്നാണല്ലോ നിങ്ങൾ ആ സാധനം എടുത്തത്. ഉം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾ ആ എഴുതിയ കഥയിൽ എന്ത് ലോജിക്കാ ഉള്ളത്? ഞാൻ ചോദിക്കുന്നത് ഏതാണ് കരാർ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വാടക കരാർ പറയാ? അങ്ങനെ ഒരു വാടക കരാർ മറ്റേ ആളുമായിട്ട് മുമ്പ് വാടക വെച്ചിട്ടുണ്ടല്ലോ. കരാറല്ല. ആ. അതായത് ഇതിലുള്ള വിഷയം എന്താന്ന് വെച്ചാല്, ഉം. നിങ്ങൾ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഒരു കരാറും ഇല്ല എന്നാ പറയണത്. ഒരു കരാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. നിങ്ങൾ പറഞ്ഞോളി, ഉണ്ടെങ്കിൽ അത് അപ്പൊ സ്വീകരിക്കാനാണ് അപ്പൊ വിളിച്ചത്. അതാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. എടുത്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? മലയാള പുസ്തകങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ അതൊക്കെ സെക്കൻഡറി തമാശയാണ്. സോഴ്സ് ആണ്. അപ്പൊ ആ തബരിയുടെ ഇംഗ്ലീഷ് അപ്പൊ പ്രൈമറി സോഴ്സാ? തബരിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തബരിയുടെ ഇമ്പോർട്ടന്റ് ആയതല്ലേ. സോഴ്സ് അല്ല, തബരി അത് ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. അല്ല, അതിൽ അറബി എടുത്ത് നോക്കി ഉണ്ടല്ലോ ആ. അത്. ആ. അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചത് അതിനല്ല. ഇങ്ങനെ നിങ്ങൾ ഈ പറയപ്പെടുന്ന ഒന്ന് അവിടെ പിന്നെ എന്താ പറയാ, ബനൂ ഖുറൈളയെ ന്യായീകരിക്കാൻ ഒരു കരാർ കൊണ്ട് സാധിക്കൂല, ഒന്നാമത്തെ കാര്യം. ഇനി ഉം, ഉണ്ടെങ്കിൽ തന്നെയും ആ ചർച്ചയിൽ വിശദമായിട്ട് ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഉമർ ഭായും ഒരുമിച്ചാണ് ആ വിഷയം സംസാരിച്ചത്. ഞാൻ ഉം, പറയുന്നത് ഉം. വെച്ചാല്, അതിനകത്ത് അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ആ കരാറ് ഉണ്ടെങ്കിൽ അത് കരാറുണ്ടായിരുന്നു എന്ന് പറയണതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത് ഏതായിരുന്നു ആ കരാറ് എന്നാണ്. എന്നോട് പണ്ട് ചർച്ചയിൽ ക്ലബ് ഹൗസിലൊക്കെ ചില മൊലിയന്മാർ വന്നിട്ട് പറഞ്ഞത് ഇതാണ് എന്താണ് മദീന ചാർട്ടറാണ്. ആ, മദീന ചാർട്ടറിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഉം. ഓക്കെ. അപ്പൊ നിങ്ങളും അത് തന്നെയാണോ ചോദിക്കണത്? അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ക്ലാരിറ്റി വരുത്തിയാണ്. അതല്ല നിങ്ങൾ പറയണു. അങ്ങനെയെങ്കിൽ ഉം. ഏതാണ് ആ കരാറ്? അത് അതായത് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ വാടക കരാറിന്റെ കാര്യം ഞാൻ അയക്കാൻ കാരണം അതാണ്. ഈ അത് വാടക കരാർ അതിനേക്കാളും വലിയ അബദ്ധമാണ് നിങ്ങൾ എഴുതിയത്. അതെന്താ? എന്താണ്? കരാറാണ് അതെന്താ ചോദിക്കണത്, അബദ്ധം എന്താ? വാടകനെ കുറിച്ചല്ലല്ലോ, കരാറിനെ കുറിച്ച് ചോദിക്കണേ. അതെ, ഏതൊരു കരാറായാലും രണ്ടാളുകൾ തമ്മിലുള്ള കരാറുകൾ ആണ്. അപ്പൊ റസൂലുള്ള. ഒരാള് ചോദിക്കാണ്, ഇപ്പൊ ഒരു ഓണറും ഞാനും തമ്മിൽ വാടക കരാർ എഴുതി. ഓണർ ആ വാടകക്ക് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കണേ ഏതാണ് ആ കരാർ എന്ന് വെച്ചാൽ ഓണർ അടുത്താണ് ഒറിജിനൽ കരാർ ഉണ്ടാവുകയെ. ആ അപ്പൊ ഓണർക്ക് ആ കരാർ എടുത്ത് കാണിച്ചു തരാം, അതിലെന്താ പ്രശ്നം? പറ്റും. ആ. പക്ഷെ വേറൊന്നുണ്ട്. ആ. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാ, ഒരു ഒരു രണ്ടാൾക്കാർ തമ്മിലുള്ള അല്ല, നിങ്ങൾ സംഭാഷണങ്ങൾ എഴുതിയതിന്റെ ലോജിക് കേൾക്കുകയാണ്. മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, അതായത് മിസ്റ്റേക്ക് ഓണർ എന്നോട് വന്നിട്ടില്ല. ഏതാണ് ആ കരാറിന് ചോദിക്കണ്ട, കാരണം ഒറിജിനൽ കരാർ അയാളത്തുണ്ടാവും. അല്ല, ഇതിന്റെ ആയിക്കോട്ടെ, ഞാൻ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാവുള്ളൂ. പറഞ്ഞുതരാം. ഇനി വേറെ ഒന്ന്, നമ്മളിപ്പോ രണ്ടാൾക്കാർ നമ്മൾ സംസാരിക്കാന്ന് വിചാരിക്കുക. ഈ ഉം. റൂമിന്റെ ഓണറും ഉം. പിന്നെ ഈ റൂം വാടക എടുത്ത ആളും ഉം. അവര് സംസാരിക്കുമ്പോ, ഉം. പിന്നെ ഞാനും നിങ്ങളും തമ്മിലൊരു കരാർ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഒരാള് പറയാണ്. ആ. മറ്റേ ആളത് സമ്മതിക്കും ചെയ്തു. ഉം. അപ്പോ അതിന് എന്ത് മനസ്സിലാക്കാം? അതേ ഒരു ആള് തമ്മിൽ എന്തോ കുറച്ച് ഒരു ദിവസം കരാർ കഴിഞ്ഞിട്ട് ഉണ്ട് എന്നല്ലേ? അതേ ആള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാണ് ഏത് കരാറ് എന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മൾ ഈ ആ ഈ പറഞ്ഞ ആള് ഏതിനെയാണ് നമ്മൾ വിശ്വസിക്കുക? അല്ല, അയാള് ഒരു സ്ഥലത്ത് പറഞ്ഞല്ലേ കരാർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞില്ലേ? മറ്റൊരു സ്ഥലത്ത് കരാർ പിന്നെ ഇല്ലാന്നും പറയുന്നുണ്ട്. കരാറില്ലാന്ന് ആരോടാ പറയണത്? ആരോടാ റൂം പറയണ? ഓണറിനോടാ പറയുന്നത്, അതായത് പ്രവാചകനോടാ ആ. പറയണത്. അപ്പൊ അത് മുഹമ്മദ് അയാളുടെ നബിക്ക് തട്ടിപ്പാണ്. കാണിച്ചു കൊടുക്കാലോ ആ കരാർ ഏതാന്ന്. അതിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ആ കരാർ അല്ല, ഏതാന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. കരാർ അവിടെ കാണിച്ചു കൊടുക്കണോ കാണിച്ചു കൊടുക്കാത്തല്ല വിഷയം. അല്ല, വേണ്ട. അവിടെ ഇപ്പൊ തുടക്കത്തില് അയാൾക്ക് ഇപ്പൊ കാണിച്ചു ആ കൊടുക്കോ കേസില് ഞാൻ നോക്കൂ, ആ ചോദിക്കുന്നത്. കേസില് അങ്ങനെ ഇപ്പൊ മൂന്നാമതൊരാളാണല്ലോ ഞാന്. ഇപ്പൊ കഅബും അല്ല മുഹമ്മദും അല്ല, ഞാനും പിന്നെ ഷുക്കൂറും ആണല്ലോ. ഉം നമ്മൾ മൂന്നാമത് ആള് നിൽക്കുകയാണ്. രണ്ടാള് തമ്മിൽ കരാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നുള്ള തർക്കം അവിടെ നടന്നിട്ടുണ്ട്. ഉം ഫാക്ടാണ്, അവിടെ നടന്നിട്ടുണ്ട്. ഉം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കരാറ് നമ്മൾ ഉണ്ടായിരുന്നു ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ ഞാൻ കരാറിന്റേതായിട്ടുള്ള പറഞ്ഞുതരാം. അപ്പൊ എന്തെങ്കിലും നമ്മൾ നമ്മള് കിട്ടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നമ്മൾ പറയാം, ഞങ്ങൾക്ക് രണ്ടാളും. 4 ഉം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി എഴുതിയ 4 കരാറ് ഞങ്ങൾക്ക് അങ്ങോട്ട് തരാം. നിങ്ങൾ ഉം ഒരെണ്ണം എനിക്ക് തന്നാൽ മതി. ഒന്ന്, അല്ല. ഇപ്പൊ അക്കബ ഉടമ്പടി 1 അതിന്റെ ഏകദേശം പൂർണ്ണ രൂപമുണ്ട്. ഉം 2ന്റെ പൂർണ്ണ രൂപമുണ്ട്. ഹുദൈബിയ ഉം സന്ധിന്റെ ഉണ്ട്. മദീന ഉം ചാർട്ടറും ഉണ്ട്. ആ ഇതൊക്കെ ഇസ്ലാമിന്റെ ഔദ്യോഗികമായ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഉം ചോദിക്കുന്നത്, ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ട് ബനൂ ഖുറൈള ഗോത്രവും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ട് ധാരണാപത്രം ഏതാണ്? ഉം ഉം ഉം. അതാണ് നിങ്ങളോട് അതായത് ചോദിക്കുന്നത്. ഞാൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം. ഇപ്പൊ നമ്മള് രണ്ടാളും ത്വബരിയുടെ ചരിത്രം വായിക്കുമ്പോ ഉം. നമുക്ക് എന്താണ്, നമ്മളിത് കേട്ട് നിൽക്കണ പോലെ അല്ലേ നമ്മളിത് വായിക്കണത്, അല്ലേ? അത്രേ ഉള്ളൂ. അതെ. അപ്പൊ അവിടെ ഉം. ഈ കഅബ് എന്ന് പറയുന്ന
ബനോ ഖുറൈളയുടെ നേതാവ് ഉം, ഹുയൈനോടാണ് പറയുന്നത്, ഉം. ഞാനും മുഹമ്മദും തമ്മിൽ ഒരു കരാറുണ്ട്, ആ അത് മുഹമ്മദ് കൃത്യമായി പാലിക്കുന്നുണ്ട് ഉം, എന്ന് പറയുന്നുണ്ട്. ഉം. ഇത് അവിടെ മൂപ്പരോട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ഉണ്ട് ഉണ്ട് കരാറുള്ളതുകൊണ്ടാണല്ലോ ഉണ്ട്. പറയുന്നത്. അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ അത് ആദ്യം പറ പറയണ്ട, അത് എനിക്കറിയാം. അത് അത് പറയുന്നാല് അതിപ്പോ പറഞ്ഞതിലൊരു ത്രില്ലില്ല. അല്ല, ത്രില്ലുണ്ട്. നിങ്ങളിപ്പോ വിളിച്ചത് എനിക്ക് നല്ല ഇതിനെ കുറിച്ച് ത്രില്ലാണ്. വിശദമായ ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനാണ്. ആ ആ നമുക്കിതിനെ ആ. പരസ്യമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ 14 മിനിറ്റ് ഞാനും ഉമർബായും കൂടി പിന്നെ ഒന്ന് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബനൂ ഖുറൈളയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ അനൗചിത്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എങ്കിലും നിങ്ങൾ ആ. നിർബന്ധിച്ച സാഹചര്യത്തിൽ നമുക്ക് അത് ചെയ്യാം. ഉം. ആമുഖമായിട്ട് നമുക്ക് പിന്നെ ഇസ്രായേൽ ഹമാസ് പ്രശ്നം അതിപ്പോ നടക്കുന്നത് അതുകൂടി പറഞ്ഞു വെച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് വേണേലും ചർച്ചയിലേക്ക് കിടക്കാന്നുള്ളൂ, കുഴപ്പമില്ല, ഉം. നമുക്കത് ചെയ്യാം. ഇപ്പം ഉം. അപ്പൊ അതിനകത്ത് നിങ്ങൾ രവീന്ദ്രന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ജനോസൈഡ് അല്ലാന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മീൻസ് ഉം. ആ ലോജിക്കിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കരാറിലേക്ക് ചുരുങ്ങിയിട്ട് ബനൂ ഉം. ഖുറൈള അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കരാറ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മർബായിനെ ഞാൻ വിളിക്കാം. നമുക്ക് ആ. മൂന്നുപേർക്ക് കൂടി ഓൺലൈനായിട്ട് യൂട്യൂബിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉം. ഉം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറയണത് വെച്ചാൽ ബനൂ ഖുറൈളയുമായി മുഹമ്മദ് നബിക്ക് ഒരു കരാർ ഉണ്ടായിരുന്നു എന്നതോ ഇല്ലായിരുന്നു എന്നതോ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് അപ്രസക്തമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. എന്റെ ആരോപണവുമായി അല്ല, എന്റെ ആ കാര്യത്തിലുള്ള എന്നെ വിമർശനത്തിൽ കരാർ സംബന്ധിച്ചിടത്തോളം അത് അപ്രസക്താണ്. ആ അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, എന്നിട്ട് നമ്മളത് കരാർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയോ കരാർ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള സ്ഥാപനമൊന്നും നമുക്കില്ല. ഞാൻ പറഞ്ഞത് ഉം. നമ്മൾക്കറിയില്ല ഏതാ ഉം. കരാറ്. പല ആൾക്കാരോടും ചോദിച്ചപ്പോ പല ആൾക്കാരും പറഞ്ഞത് നമ്മുടെ സാലി നിസാമിയൊക്കെ പണ്ട് പറഞ്ഞത് മദീന ചാർട്ടറാണ്. പിന്നെ അതേപോലെ ഷമീം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ക്ലബ് ഹൗസിലൊക്കെ കത്തി നിൽക്കുന്നത്. അവരോടൊക്കെ പറഞ്ഞപ്പോ നിസാമി ഒന്നും അങ്ങനെ പറയാൻ സാധ്യതയില്ല. അദ്ദേഹമൊക്കെ നല്ല ചരിത്രത്തിൽ നല്ല അവകാശമുള്ള ഒരാളാണ്. നിസാമിയാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഉമർ ഭായും തന്നെ ഈ ബനൂ ഖുറൈളൊക്കെ ഞങ്ങൾ ക്ലബ് ഹൗസിൽ കുറെ കാലം ചർച്ച ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോ എനിക്കറിയാവുന്നത് ഇങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണല്ലോ ഈ പിന്നെ പാക്ട് ഓഫ് ഉമർ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉം. ആ കരാർ മഹാ സംഭവമായിട്ടൊന്നല്ല. ഇപ്പൊ മദീന കരാർ തന്നെ, മദീന ചാർട്ടർ തന്നെ മഹാസംഭവം ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ഉം. കരാറുണ്ട്. അങ്ങനെ അത് അല്ല, ഇതെന്താ കരാറൊന്നുമല്ല. ലിയാഖത്ത് ഭായ്, ഞാൻ പറഞ്ഞ കുറച്ചേരങ്ങൾ കേൾക്കുവോ? നിങ്ങൾ പറഞ്ഞോളി. അതായത് ബനൂ ഖുറൈളക്കാർക്ക് ഒരു കോട്ടവാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുന്നു നമുക്കതിന് മനസ്സിലാക്കണ്ടല്ലോ. ഞാൻ വെറും യുക്തി വെച്ചിട്ടാ പറയണത് കേട്ടോ. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാ പറയണത്. ഉം, ഈ ബനൂ ഖുറൈള ഗോത്രത്തിന്റെ കോട്ട തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് മദീനക്ക് ഭീഷണിയാണ് എന്നുള്ളത് പ്രവാചകൻ അറിയാം. അപ്പൊ ഉം, അഥവാ പ്രവാചകന് ബനൂ ഖുറൈളയുമായിട്ടൊരു ഒരു പിന്നെ കരാർ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഉം, അവരോട് കൃത്യമായി തന്നെ പറയും, നിങ്ങൾ കോട്ടവാതിൽ തുറക്കരുത്. ഉം, അല്ലെങ്കിൽ അവരെ ഏറ്റവും അറ്റ്ലീസ്റ്റ് ആ കോട്ടവാതിൽ തുറന്നു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവാചകന് സജ്ജീകരണങ്ങൾ ചെയ്യും. ഉം, ഇതൊരു യുക്തിയാണ്. ഉം. അപ്പൊ അതില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ കൃത്യമായി തന്നെ അവർ തമ്മിലൊരു കരാറുള്ളത് കൊണ്ടാണ് പ്രവാചകൻ എടുത്തത് പറയാത്തത്, അത് നമുക്ക് അങ്ങനെ എടുക്കാത്തത്. ആലോചിക്കാം. നമ്മൾക്ക് ഭാവനയിൽ അല്ല, ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഇതൊരു ഉള്ളൂ. യുക്തിയാ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ കേട്ടോളി, എന്നിട്ട് നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ചു നോക്കി. ആ, അപ്പൊ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഹുയൈ ഇവിടെ വന്നിട്ട് പറയാണ്, ഉം, മറ്റേ കഅബിനോട് പറയുമ്പോ കഅബ് ഇതേപോലെ ഉം, ഞാനും മുഹമ്മദും തമ്മിലൊരു കരാർ ഉണ്ട് എന്ന് പറയുമ്പോ ഉം. ആ കരാറിന് എന്തെങ്കിലും ബനൂ ഖുറൈള മുഹമ്മദ് കരാർ എന്ന് പറഞ്ഞിട്ട് ഒരു കരാറിന് പേരിടേണ്ട ആവശ്യമില്ല. ഒരു കരാർ ഉണ്ട് എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് എന്ത് മനസ്സിലാക്കാം. കരാറായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്? എന്തോ ഒരു അത് കരാറ്. എവിടെയാണ് നമുക്ക് അതാ കിട്ടുക? ആ ഇതാണ് അറിയേണ്ടത്. അല്ല, ആ ഈ കരാറിന്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകത കഅബിനെ എന്താണെന്നറിയോ? വിശ്വസിക്കാൻ പറ്റൂലെന്നേ. അല്ല, ആ കരാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം, ഹുയൈ എന്താണോ പറയുന്നത് ഉം, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കരാറാണ് ഉം. അതുള്ളത്. അത് അയാൾ ഒഴിവാക്കാൻ ഇതൊക്കെ വേണ്ടി ബുദ്ധിയാണ്. പറഞ്ഞതായിരിക്കും. ഇതൊക്കെ ബുദ്ധി യുക്തിയാണ്. ഇതൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതിനേക്കാളും ഞാൻ രസകരമായി പറഞ്ഞു കഴിയുന്നത് എത്രയോ പറഞ്ഞുതരാം. പോയിന്റ്സ് പറഞ്ഞു. ഞാൻ വേണേ ഇന്നൊരു വീഡിയോ ഒന്നും കൂടി ലിയാഖത്ത് ഭായിക്ക് ചെയ്തു തരാം. നിങ്ങൾ എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതിന് പകരം ഞാൻ ആ. എനിക്കറിയാവുന്ന കാര്യങ്ങള്, ഉമർ ഭായി പറഞ്ഞ കാര്യങ്ങള്, ഇത് നമുക്ക് നിങ്ങൾ പറഞ്ഞ ആ 13 മിനിറ്റ് വീഡിയോയിൽ നിങ്ങളൊരു പണി ചെയ്യേ, ഒരു നമുക്ക് വീഡിയോ നിങ്ങൾ വിശദമായിട്ട് ഇറക്കി. വീഡിയോ ഇറക്കല്ല. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അങ്ങ് അല്ല, പോകാലോ. അതൊക്കെ നോക്കാം. ആ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയോ? ഇന്നെ സമയത്തോളം എന്താ വെച്ചാൽ എനിക്കൊരു ലൈവ് ടോക്കിനേക്കാളും ആ സുഖം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒഴിവുണ്ടാവുമ്പോ നിക്കണതാണ്. ആ എന്നെ സംബന്ധിച്ച് വെച്ചാൽ ഞാൻ ഞാൻ ലൈവായിട്ട് ഇതിന് പിന്നൊന്ന് ഇരിക്കല് എഡിറ്റ് ചെയ്യല അതൊന്നും എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധ്യമല്ല. അപ്പൊ ഞാൻ അല്ല, എഡിറ്റിങ്ങിന്റെ പരമാവധി ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. നമ്മളിപ്പോ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ചേരം ക്യാമറ നോക്കിക്കണ, കുറച്ചേരം അന്തം വിട്ട് നിക്കണ, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് ലൈവാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം.
അപ്പൊ അപ്പൊ ഞാൻ അതാണ് പറഞ്ഞ ഞാൻ എന്താ എന്റെ പറയാ, വീഡിയോകളൊക്കെ ലൈവാണ്. നിങ്ങളൊരു വീഡിയോ ഇറക്കി, ഞാൻ ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ യുക്തികളും ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വളരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലളിതമായിട്ടൊരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പൊ ആ, നമുക്ക് ഈ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തില് എഴുതി വെച്ചിട്ടുള്ളത് പോലെ, ഇപ്പൊ മദീന ചാർട്ടർ പോലെ, അക്കബ ഉടമ്പടി 1, 2 പോലെ, അല്ലെങ്കിൽ മുഹമ്മദ് നബി പല രാജാക്കന്മാർക്ക് എഴുതിയ കത്തിന്റെ ലിഖിത രൂപങ്ങൾ പോലെ, ഇങ്ങനെ ഒരു കരാറിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാന് മദീന ചാർട്ടറിനെ കണ്ടിട്ടില്ലല്ലോ. മദീന ചാർട്ടർ നമ്മളിതൊക്കെ ചാർട്ടർ കാണാൻ ഇപ്പൊ മീൻസ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അതിന്റെ രൂപം ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ, അല്ല അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ അല്ല, കണ്ടിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാതൊന്നും ഇപ്പൊ ഈ ചരിത്രത്തിൽ വരൂല. ആ, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ചരിത്രത്തില് കരാറ് ഞാൻ എന്റെ അന്വേഷണത്തിൽ കണ്ടിട്ടില്ല. പല ആ ആളുകൾ ക്ലബ് പക്ഷെ ഹൗസിന്റെ എന്താ അറിയോ, തുടക്കത്തിൽ, ഞാൻ നമ്മള് പറയണതല്ലോ, ക്ലബ് ആ ആ ഹൗസിന്റെ തുടക്കത്തില് പല ആളുകളും വന്നിട്ട് പറഞ്ഞത് മദീന ചാർട്ടർ എന്നാണ്. ആ മദീന ആ ചാർട്ടറിൽ അങ്ങനെയൊന്നുമില്ല. ഇത് യാദൃശ്ചികമായിട്ട് ഞാൻ ചോദിച്ചതാണ്. എന്താ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ചോദിച്ചതാണ്, കരാറ് ഏത് കരാറ് എന്ന് ചോദിച്ചു ഒരാളോട്. ഉം. ആളുടെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. പിന്നീട് പല ആളുകളും അതുമായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കരാറിനെ കുറിച്ചാണോ ഈ പറയുന്നത്? ആണെങ്കിൽ അത് ഏതാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ? അത് ഏതാണ്? ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി പറയാം. അല്ല മുഹമ്മദ് അതന്നല്ലേ ഹമീദുള്ള അതൻ എന്ന് പറഞ്ഞിട്ടേ, ഏ ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള എന്ന് പറഞ്ഞിട്ട് ആ ആ ആ ഒരാളുടെ ദൈവദൂതനായ മുഹമ്മദ് വീണ്ടും മലയാളത്തിൽ തന്നെ ഉണ്ട്. അതില് ഉം ഈ കരാറിനെ കുറിച്ച് പറയുന്ന ഘട്ടത്തില് അയാൾ പറയുന്നത്, ചരിത്രകാരന്മാരെ പോലെ നമ്മളെയും കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവരുമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന കരാർ ഏതാണെന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല. ഉം മനസ്സിലായോ? അതാണ് എന്റെ പോയിന്റ്. അത്ര ആ എന്റെ പോയിന്റ് ഉള്ളൂ. അത് ഏതാണ് കരാർ? അല്ല, അത് ഹാമിദുള്ള അങ്ങനെ പറയണ്ടോ, എന്താണ് മൂപ്പർ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊബരി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രവാചകന്റെ ചെയ്തികൾ എടുത്ത് അപ്പോഴൊന്നും നമുക്ക് ആ നോക്കിക്കഴിഞ്ഞാൽ, കരാർ ഏതാന്ന് മനസ്സിലാവുന്നില്ല. അല്ല ഒക്കെ ഒരു കരാർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇല്ല, ആ പറ്റുന്നുണ്ട്. കരാർ എന്താന്ന് എനിക്കറിയാം. അത് നിങ്ങൾ എന്ത് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾ കേട്ടോളി. അതായത് ഏതായാലും എനിക്ക് ആ മുഹമ്മദും കഅബും തമ്മിൽ ഒരു ഇടപാടുണ്ട് ഖന്തക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില്. എനിക്ക് ഏറ്റവും എളുപ്പം എന്താന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വാട്സപ്പിൽ ഒരു ഇത് വെക്കാം. എന്നാ അങ്ങനെ വെച്ചാൽ എനിക്ക് ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഫോൺ വിളിക്കുന്നത്. മനസ്സിലായി. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വരികയാണ്, അപ്പോഴേ എനിക്ക് അപ്പൊ വിളിക്കാൻ ഇങ്ങനെ പറ്റണുള്ളൂ. ഒരു പെർട്ടിക്കുലർ കരാർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത നിങ്ങൾക്കും ഇല്ലല്ലോ. നമുക്ക് ചില തട്ടികൾ സാഹചര്യങ്ങളിൽ എനിക്ക് നിന്ന്, കൃത്യം ചില ചരിത്രങ്ങളിൽ നിന്ന്, വരികൾക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു എനിക്ക് കരാർ ഉണ്ടായിരുന്നു എന്ന് വായിക്കാം. അത്രയല്ലേ ഉള്ളൂ. അല്ല, വ്യക്തമായി തന്നെ ഇങ്ങനെ ഒരു കരാർ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കരാർ ഇല്ലെങ്കിൽ പോലും ബനൂ ഖുറൈള ചെയ്തിട്ടുള്ളത് ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യമാണ്. ശരി. അപ്പൊ ഞങ്ങളോട് വളരെ അത് നിങ്ങൾ ആ വീഡിയോ നിങ്ങളത് സമർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇസ്രായേല് ഇപ്പോ ഫലസ്തീനിൽ ചെയ്യുന്നത് ജനോസൈഡ് ആണെന്നൊരു വാദം നിങ്ങൾക്ക് ഉണ്ടോ? ജനോസൈഡ് തന്നെയാണ്. അവരെ ആണോ? സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രത്തിലുള്ള ആളുകളെ മൊത്തമാണ് അവര് ഇല്ലാതായിക്കൊണ്ടിരിക്കണത്. അപ്പൊ അത് ചെയ്യാൻ അവർക്കൊരു കാരണല്ലേ? അല്ല, അവര് കാരണം ഉണ്ടെങ്കിലും അവർ ഇതേപോലെ ബനൂ ഖുറൈള ചെയ്ത പോലെ ഒരു പുറത്തു നിന്ന് ഒരു രാജ്യത്ത് നിന്നുള്ള ഒരാൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോ എന്തേ അവരുടെ കൂടെ നിന്നോ? ഇസ്രായേലിനെ ഇല്ല, നശിപ്പിക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചോ? നേരെ അകത്ത് കേറി അടിച്ചില്ലേ? അല്ല, അവരകത്ത് കയറി അടിക്കുന്നതും ആ, ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ശരി. അത് അപ്പൊ ഒരു കലാപമാണോ? രാജ്യത്തിനകത്ത് കയറിയിട്ട്, ഒരു പരമാധികാര രാജ്യത്തിനകത്ത് കയറിയിട്ട് ഒരു സംഘം തീവ്രവാദ പ്രവർത്തനം എന്ന് അവരാരോപിക്കുന്ന തരത്തിലൊരു ആ രാജ്യത്തിന് മൊത്തം ഭീഷണിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന അതേ വാദമാണ് ഹമാസിനെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെയല്ല അത് പിന്നെ അത് അത് വേറെ വിഷയമാണ്. എങ്ങനെ? അതിലെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറയുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ചരിത്രം മുഴുവൻ എടുത്ത് പറയേണ്ടി അതിപ്പോ വരും. നമുക്ക് ബ്രിട്ടീഷുകാർ മദീനയിൽ ചെയ്തത് മുഴുവൻ ചെന്നാലും ഒക്കെ പറഞ്ഞു. മദീനയിലെ രാജാവായ മുഹമ്മദിനെ അംഗീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് മറ്റവർക്കുള്ളത്? അത് ചരിത്രം നമുക്ക് പിന്നെ അത് അവിടെയും പറഞ്ഞു പോണ്ടേ? അതുണ്ട്. അത് അവിടെ കൃത്യമായി തന്നെ ഈ പറഞ്ഞ പോലത്തെ ചാർട്ടറും കാര്യങ്ങളും ഈ ഇല്ലേ? ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചാർട്ടറിൽ കൃത്യമായി തന്നെ ഉം. ഇവരെ അംഗീകരിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പ്രവാചകന്റെ തണലുണ്ടാവണില്ലല്ലോ. അവരൊരിക്കലും തന്നെ അപ്പൊ ഇതിലേക്ക് പിന്നെ അവര് വരണില്ല. കരാർ ലംഘനം നടത്തി എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? കരാർ എന്ന് പറയുന്നത്, കരാർ ലംഘനം നടത്തുന്നത് കരാർ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതിനുശേഷം ഒരു കരാർ എന്തോ ഉണ്ടായിട്ടുണ്ടാവണം. കരാർ ഇല്ലാത്ത ആൾക്കാരുമായിട്ട് കരാർ ലംഘനം എന്ന് പറഞ്ഞൊരു വിഷയം വരുന്നില്ല. ആ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ കരാറില്ലാത്ത കരാറുണ്ടാവും. ആ ഗോത്രങ്ങൾ കരാർ കരാ ഏതാന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ എന്നോട് പറയും. ആ ഈ പിന്നെ വിഷയം നിങ്ങൾ നമുക്ക് അങ്ങനെ പോയി വിശദമായിട്ട് ഇപ്പൊ അതിനുള്ള ഇസ്രായേലും ഇതും പറഞ്ഞ ഇസ്രായേലും ഇതും പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യണം. കാരണം അത് എനിക്കതിന് കുറെ തീർച്ചയായിട്ടും നമ്മൾ എന്താ വിഷയം പറയുക, പറയാനുണ്ട്. ഞാന് നമ്മൾ ബ്രിട്ടൻ മുതൽക്ക് ഇസ്രായേൽ പറഞ്ഞു തുടങ്ങാണ്ട്. സപ്പോർട്ടേഴ്സിനടുത്ത് ഈ സമയത്തും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഒന്നാമതൊരു പാതി ബന്ധ യുക്തിവാദിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത്. നിങ്ങൾ അത് ശരി. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ് അതെന്താന്ന് വേണ്ടത്. വെച്ചാല് നമുക്ക് ഇതിനകത്ത് വേവിന്റെയും ആറലിന്റെയും പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാ. നിങ്ങൾ രവിചന്ദ്രനെ മാനവികതയാണ് നമ്മളെ മാതിരി മതം. അല്ലാതെ നിങ്ങൾ രവിചന്ദ്രനെ പണ്ട് പഠിക്കണം, ആരിഫ് ഹുസൈനെ കണ്ട് പഠിക്കണം. അതൊക്കെ നിങ്ങൾ പഠിച്ചുകൂടി. മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനൊന്നും അല്ലാത്തപ്പോ ഒരു കലാനാഥനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഓലൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ ഓലെ പഠിക്കല് രവിചന്ദ്രനെ ആരിഫിനൊക്കെ പഠിച്ച് അപ്പൊ അതിനനുസരിച്ചാണ്. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ അതേപോലെ എനിക്ക് എന്തെങ്കിലും ഒരു മറുപടിയോ അല്ലെങ്കിൽ എന്നോട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അത് എന്നോട് തന്നെ പറയാം. ഞാൻ എന്റെ കേസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്നെ എടുക്കാവുന്ന ആളുമല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ബോധ്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് അല്ല, നിങ്ങളെ എല്ലാവരോടും വീഡിയോസും നിങ്ങളെ സംസാരിക്കും. കാര്യങ്ങളാണ് സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആരുടെ? നമുക്ക് സംഘപരിവാറിന്റെ പ്രമുഖനായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ അതേപോലെ തന്നെ സംസാരിച്ചു. നിങ്ങളെ വീഡിയോകള് കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയാണ്, അവർക്കൊക്കെ സംഘപരിവാറിനാണ് അതിപ്പോ അതൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉത്തരവാദിത്തമല്ലല്ലോ. നമ്മുടെ നിലപാട് എന്താണെന്നുള്ളതാണ്. മനസ്സിലായോ? അതെ, ഞാനൊക്കെ ഓരോരുത്തർക്കും ഓരോ സംഘപരിവാർ ആശയത്തിനെ ന്യായീകരണമാണ്. അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു സാധനങ്ങളൊന്ന് അയച്ചെന്നാ. അല്ല, നിങ്ങൾ സംഘപരിവാറിന് എന്താണ് ആവശ്യം, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് എങ്ങനെയാണ് നബി ആവണത്? ഇപ്പൊ നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ വളരെ മോശമായി അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഓരോ ഒന്നും ഞാൻ വീഡിയോകളും അപഹസിക്കാറില്ല. എന്താണ് നിങ്ങളൊന്ന് പറയും? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. കാണിക്കാൻ അതിനിപ്പോ കഴിയില്ല നോക്കിയത് സുഹൃത്തെ. ഞാൻ മുഹമ്മദ് നബി എന്നാ പറയാ. ഞാൻ അല്ലാതെ ഒരു മുഹമ്മദ് വക്രീകരിച്ച നബി പേര് പറയാറില്ല. മുഹമ്മദ് ചിലപ്പോ നബി എന്നൊന്നും നിങ്ങൾ മുഹമ്മദ് എന്ന് പറയും. പറയലില്ല. അതിപ്പോ നിങ്ങൾ വീഡിയോയിൽ മുഹമ്മദ് കഴിഞ്ഞ എന്ന് പറയലില്ലേ? കഴിഞ്ഞ ഏതൊരു ഫോൺ കോളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് എന്ന് പറയല്ലേ, പിന്നെന്താ? മുഹമ്മദ് നബി എന്ന് പറയുന്നതാണ്. എന്താ ഒരു കഥ? രക്ഷയില്ല, നിങ്ങൾ ഇന്നലെ ഒരു ചെയ്ത രക്ഷയില്ല വീഡിയോയിൽ എന്നാ ഞങ്ങൾ 2-3 സ്ഥലത്ത് മുഹമ്മദ് നബി ഉണ്ട്. അല്ല, മുഹമ്മദ് ഉണ്ട്. പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞെടുത്ത്. അത് ഞാൻ പറയുമ്പോ എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞ കേസുകളും അവര് പറയുമ്പോഴുമാണ് വരുന്നത്. അതന്നെ തെറ്റാണ്. ആ ഞാൻ അങ്ങനെ പറയണത് തന്നെ ഞാൻ തെറ്റാണ്. പറഞ്ഞത് മുഹമ്മദ് പ്രവാചകനാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാത്തടത്തോളം ഞാൻ നബി എന്ന് പറയേണ്ട കാര്യമില്ല. പേരല്ലേ പറയണുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾ തൊട്ട് മുമ്പ് അതെങ്ങനെ എന്താ പറഞ്ഞേ? അപഹസിക്കലാവുന്നത്? നിങ്ങൾ നിങ്ങൾ ഇന്നെ തൊട്ട് മുമ്പ് ലിയാക്കത്തെ എന്ന് വിളിക്കണത്? ഞാൻ അപഹസിച്ചു എന്നല്ല പറഞ്ഞു, മുഹമ്മദ് നബി എന്നേ നിങ്ങൾ പറയലുള്ളൂ എന്നപ്പൊ നിങ്ങൾ തൊട്ട് മുമ്പ് അല്ല, പറഞ്ഞത്. മുഹമ്മദ് നബി എന്നും പറയും, മുഹമ്മദ് എന്നും പറയും. അതിലെന്താ കാര്യം? അല്ല, അതായത് കാര്യം ഞാൻ നിങ്ങൾ പറയാം. ഇത് അപ്പൊ പറഞ്ഞപ്പോ വിശ്വാസികളെ പറഞ്ഞുള്ളൂ. അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിഷയം ഞാൻ പക്ഷെ പറയുമ്പോൾ, എന്താണെന്ന് അല്ലെങ്കിൽ അറിയോ, കുറച്ചും വിശ്വാസികളോട് കൂടി പറയുമ്പോ ഞാൻ മുഹമ്മദ് നബി എന്ന് പറയും. നല്ല നിലയിൽ ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ അതൊരു കുറച്ചൊരു അത് റെസ്പെക്ട് നിർബന്ധമുള്ള കൊടുക്കുന്നതാണ്. കാര്യമല്ലാന്ന് ഞാൻ പറഞ്ഞത്. ആ പറയേണ്ട സാഹചര്യത്തിൽ പറയും, അല്ലെങ്കിൽ ആയിക്കോട്ടെ, പറയൂല. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഒന്നും നിർബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോ അപഹസിക്കണുണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇത് സംഘപരിവാറിന് അങ്ങനത്തിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഗുണമുള്ളതാണെന്നേ ഞാൻ കരാർ പറഞ്ഞുള്ളൂ. എങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അയച്ചത്. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ പറഞ്ഞ കരാറുണ്ട്. വീഡിയോക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് 3 പേർ കൂടി ഇരുന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് കുറച്ചേരം സംസാരിക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ കേട്ടോ. വീഡിയോ ചെയ്യാം. നോക്കട്ടെ. ആയിക്കോട്ടെ. നോക്കിട്ട് ഞാൻ ചെയ്യാം. ശരി. ഓക്കെ, എന്തായാലും ശരി.